ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 15-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം 15-ാം അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നാം വിചിന്തന വിഷയമാക്കുന്ന ഭാഗം നമുക്കൊന്ന് കാണാം. വെളിപാട് 15-ാമത്തെ അധ്യായം 3-ാമത്തെയും 4-ാമത്തെയും വാക്യങ്ങൾ. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും ഇങ്ങനെ ആലപിച്ചു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങേ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടുത്താത്തവനും ആരുണ്ട്? എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. എന്തെന്നാൽ അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 15-ാമത്തെ അധ്യായം നമ്മൾ വിശകലനം ചെയ്തപ്പോൾ, വിചിന്തന വിഷയമാക്കിയപ്പോൾ ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഞാനിവിടെ വിവരിച്ചിരുന്നു. 12-ാമത്തെ അധ്യായം മുതൽ തിന്മയുടെ ശക്തികൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നത് നാം കാണുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ ഒരു മഹാസർപ്പം സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം കടലിൽ നിന്നും കരയിൽ നിന്നും കയറി വരുന്ന മൃഗങ്ങൾ. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെല്ലാം ഈ ഭൂമുഖത്ത് വസിക്കുന്നവരെ എല്ലാം ആകർഷിക്കുകയും തങ്ങളിലേക്ക് ആകർഷിക്കുകയും ആ തിന്മയിൽ മുഴുകുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആരാധന സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്. ഈ തിന്മയുടെ ശക്തികൾ ചുറ്റും കൊടുമ്പിരി കൊള്ളുമ്പോൾ അവയുടെ അന്ത്യം എന്തായിരിക്കും? ഈ വിശ്വാസിഗണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? 14-ാം അധ്യായത്തിൽ ഈ തിന്മയുടെ ശക്തികൾക്കെതിരായിട്ട് കുഞ്ഞാട് പോരാടുന്നതും വിധി വാചകം ഉച്ചരിക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ വിളവെടുപ്പിൻ്റെ പ്രതീകത്തിലൂടെ ഈ തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യുന്നതും നാം അവിടെ കാണുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് 15-ാം അധ്യായം നാം വിലയിരുത്തേണ്ടത്. ഈ 15-ാം അധ്യായത്തിൽ ഒരു വിജയഗീതമാണ് നമുക്ക് കേൾക്കുക. നാം കണ്ടിരുന്നു 15-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പുറപ്പാട് ആ സംഭവം തന്നെയാണ്. ഇപ്പോൾ പുറപ്പാട് സംഭവത്തിൻ്റെ സാങ്കത്യം എന്ന് നമുക്കറിയാം. ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു പ്രതീകം തന്നെയാണ് ഇവിടെയും തുടരുന്നത്. പുതിയ നിയമത്തിലെയും ആ പ്രതീകങ്ങൾ അതൊക്കെ തന്നെയാണല്ലോ. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മയെല്ലാം രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഈ ഒരു പ്രതീകം തന്നെയാണ് ഉപയോഗിക്കുക. യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനം എന്ന് പറയുന്നത് പുതിയ പുറപ്പാടാണ്. യേശുവിലൂടെ നാം രക്ഷയിലേക്ക് കടന്നു വരുന്നത് അവിടെ വിവരിക്കുന്നു. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാന ഗ്രന്ഥമായി വെളിപാടിലേക്ക് വരുമ്പോൾ ഈ പുറപ്പാട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ് നാം കാണുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ 15-ാം അധ്യായം മുതൽ പുറപ്പാട് ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒത്തിരിയേറെ പ്രതീകങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ പുറപ്പാടിലെ പ്രതീകങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പഴയ നിയമത്തിലുള്ള ആ രക്ഷ ഇവിടെ ക്രിസ്തുവിലൂടെ പൂർത്തിയാകുന്നതാണ് ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്ത് വെളിപാട് ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ ആ ഒരു പൂർത്തീകരണം ഇവിടെ വിവരിക്കുമ്പോൾ ഇവിടെയുള്ള ആ ദൈവശാസ്ത്രജ്ഞൻ യോഹന്നാൻ ആഴമേറിയ വിചിന്തനങ്ങളിലൂടെ
ആരാധന സമൂഹത്തിൻ്റെ ആ ശ്രദ്ധ ദൈവിക രക്ഷയിലേക്ക് നയിക്കുന്നത് നാം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രതീകങ്ങളിലൂടെ നാം വളരെ ശ്രദ്ധാപൂർവം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇതിൽ ഓരോ പദത്തിൻ്റെയും വാക്കിൻ്റെയും ഒക്കെ പിന്നിൽ പഴയ നിയമ സൂചനകൾ വളരെ വ്യക്തമായിട്ടും ചിലപ്പോൾ ഗോപ്യമായിട്ടും നമ്മൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതീകങ്ങളിലേക്ക് കടന്നു ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സാങ്കത്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പഴയ നിയമത്തിലെ പുറപ്പാടിലേതുപോലെ തന്നെ ഇവിടെയും ദൈവജനം ആ രക്ഷയിലേക്ക് കടന്നു വരുന്ന ആ ഒരു രംഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങളിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ആരാധന സമൂഹം തന്നെയാണ്. നമ്മൾ വെളിപാടിൽ അവസാന അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നാമൊക്കെ ഭയപ്പെടാറുണ്ട്, ഭയചകിതരാകാറുണ്ട്. കാരണം ഇവിടെയൊക്കെ വിവരിക്കുന്നത് സംഘടനകളുടെയും അല്ലെങ്കിൽ ദൈവക്രോധത്തിൻ്റെ ആ പ്രകടനങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് കേട്ട് നാമൊക്കെ ചിലപ്പോൾ ഭയാക്രാന്തരൊക്കെ ആയെന്ന് വരാം. പക്ഷേ ആരാധന സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് നാം ഇവിടെ വളരെ അവധാനപൂർവം അത് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം. ഇപ്പോൾ ഇവിടെ 15-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും എന്നുള്ള ഒരു സൂചന നാം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് മോശയിൽ അന്നത്തെ ദൈവജനം അനുഭവിച്ച ആ ഒരു രക്ഷ അതിവിടെ കുഞ്ഞാടിലൂടെ പൂർണ്ണമായിട്ടും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗാനം എന്ന് ഇവിടെ പറയുക. അപ്പോൾ പഴയ നിയമത്തിലെ ആ രക്ഷയുടെ ആ വിവരണത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നതാണ് ഈ ഒരു പദപ്രയോഗത്തിലൂടെ അർത്ഥമാക്കുക. ഇനി ഇവിടെ തുടർന്ന് പറയുന്നു, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിച്ചതുപോലെ പുതിയ നിയമത്തിലും ഇവിടെ ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ രക്ഷ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തിയിലാണ് നാമൊക്കെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റും നമ്മൾ കാണുന്ന ആ തിന്മയുടെ ശക്തികൾ അതൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോകും. കാരണം നമുക്കൊന്നും ഇതിനെ നിയന്ത്രിക്കാനോ കീഴടക്കുവാനോ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാമൊക്കെ പലപ്പോഴും നിരുത്സാഹഭരിതരായി മാറി എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദൈവജനത്തെ, ആരാധന സമൂഹത്തെ ശക്തിപ്പെടുത്തുവാനായിട്ടാണ് ഇവിടെ യോഹന്നാൻ പറയുക, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. അങ്ങയുടെ പ്രവൃത്തികൾ ഏതാണത് സൂചിപ്പിക്കുക? അത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം മുതലുള്ള ആ പ്രവൃത്തികളാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ പ്രപഞ്ചത്തെയും മനുഷ്യനെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ ദൈവം കാണിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ കാരുണ്യമൊക്കെ ഉണ്ട്. ഇനി അത് അവിടുന്ന് തുടർന്ന് ചരിത്രത്തിലൂടെ വീണ്ടും പ്രകടിപ്പിക്കുന്നു. അടിമത്തത്തിൽ കഴിയുന്ന ആ ജനത്തെ ആ തിന്മയുടെ ശക്തികളിൽ നിന്ന്, ഫറവോയുടെ ആ ഭരണത്തിന് കീഴിൽ നിന്ന് ഒക്കെ മോചിപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ ശക്തി തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി അവിടെ പറയുന്നു, ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന ആ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ജനതകളുടെ രാജാവേ എന്നുള്ള പ്രയോഗം, ഇപ്പം എന്താണ് ജനതകളുടെ രാജാവേ എന്നിവിടെ പറയുന്നതിൻ്റെ കാരണം? നമുക്കറിയാം, ജനതകൾ എന്ന് പറയുമ്പോൾ അത് സർവ്വ ജനതകളുമാണ് അർത്ഥമാക്കുന്നത്, ഇസ്രായേൽ ജനത മാത്രമല്ല. ഇനി ജനതകൾ എന്നുള്ള ഈ പ്രയോഗം, ജനതകളുടെ രാജാവേ എന്ന് പറയുന്ന ഈ പ്രയോഗം പലപ്പോഴും ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് ദൈവനീതിയെ പുകഴ്ത്തുന്ന അവസരങ്ങളിലാണ്. ഉദാഹരണം, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് കാണാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 7-ാമത്തെ വാക്യം, ജനതകളുടെ രാജാവേ, അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ? അങ്ങ് അതിനർഹനാണ്. ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അവർ മൂഢന്മാരും വിഡ്ഢികളുമാണ്. അപ്പോൾ അവരുടെ ഇടയിലെല്ലാം സ്തുതിക്കപ്പെടേണ്ടവൻ സർവശക്തനായ ദൈവം മാത്രമാണ്.
ഇനി അതുപോലെ തന്നെ സങ്കീർത്തനം 22 അധ്യായം 28 വാക്യം, എന്തെന്നാൽ രാജാവേ, രാജ്യത്വം കർത്താവിൻ്റേതാണ്, അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു, ഭൂമിയിൽ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും. അപ്പോൾ സർവശക്തനായ ദൈവത്തിന് മുന്നിൽ സർവ്വജനതകളും കുമ്പിടും എന്ന് ഒക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ആ ജനതകളുടെ രാജാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ദൈവമായി ഈ സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ, യഹോവ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത് എന്നാണ് ആരാധന സമൂഹത്തിൽ നൽകുന്ന സന്ദേശം. ഇനിയിവിടെ ജനതകളുടെ രാജാവേ എന്ന് പറയുന്നിടത്ത് ഇത് ബൈബിളിലെ ചില മറ്റ് ഘടകങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. നമുക്കറിയാം ബൈബിളിന് പല കയ്യെഴുത്ത് പ്രതികളുണ്ട്. അപ്പോൾ ചില കയ്യെഴുത്ത് പ്രതികളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗം കാണുന്നുണ്ട്. ജനതകളുടെ രാജാവേ എന്നതിന് പകരം യുഗങ്ങളുടെ രാജാവേ എന്ന് കാണുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പാഠഭേദം കൂടി ഇവിടെയുണ്ട്. യുഗങ്ങളുടെ രാജാവേ എന്ന് പറയുമ്പോൾ അവിടെ ചരിത്രത്തിന് മേൽ അധികാരമുള്ള ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി തുടർന്ന് പറയുന്നു, അവിടുത്തെ ഭരണം നീതിയുക്തവും സത്യസന്ധവുമാണ്, അവിടുത്തെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ്. ഇപ്പം എന്താണ് നീതിയുക്തവും സത്യസന്ധവുമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ നീതിയുക്തം സത്യസന്ധം അത് ഇസ്രായേൽ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ ഗ്രീക്ക് റോമൻ പാരമ്പര്യത്തിലുമൊക്കെ രാജാക്കന്മാരുടെ വിശേഷണങ്ങളാണ്. അപ്പോൾ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന വിശേഷണങ്ങൾ, അപ്പോൾ അത് അർത്ഥമാക്കുന്നത് അന്നത്തെ ജനതകൾ ദേവതകളെ ഒക്കെ നീതിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് അവർ കണ്ടിരുന്നു. ഇനി ഇവിടെ പറയുന്നു ഈ ഒരു വിശേഷണം അത് യഥാർത്ഥത്തിൽ അത് ദൈവത്തിന് മാത്രമേ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ വിധി അത് എന്നും നീതിയുക്തമാണ്, സത്യസന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നീതിക്കനുസൃതമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവജനം ചോദിക്കുന്ന ചോദ്യമുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങ് എപ്പോഴാണ് ഇവർക്കെതിരെ, ഈ തിന്മകളുടെ ശക്തികൾക്കെതിരെ അവിടെ നിന്ന് പ്രതികാരം ചെയ്യുന്നത്? അങ്ങ് എപ്പോഴാണ് നീതി അത് നടപ്പാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം ഈ ഭാഗത്ത് നമ്മൾ കാണും. അപ്പോൾ ഇവിടെ സർവശക്തനായ നീതി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്ന ദൈവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി 4-ാമത്തെ വാക്യത്തിൽ, കർത്താവെ, അങ്ങേ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടുത്താത്തവനും ആരുണ്ട്? ഇതൊരു ചോദ്യമാണ്. നമുക്കറിയാം ഇതൊരു ശൈലിയാണ്, അതൊരു റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങേ ഭയപ്പെടാത്തവർ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? വേറെ ആരുമില്ല എന്ന് തന്നെ. അപ്പോൾ അതൊരു പ്രത്യേക ശൈലിയിൽ ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തേക്കാൾ ഉപരിയായിട്ടുള്ള വേറെ ആരുമില്ല എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അങ്ങേ നാമം ഭയപ്പെടാത്തവനും, ഇപ്പോൾ എന്താണ് അങ്ങേ നാമം ഭയപ്പെടാത്തവനും? അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ വായിച്ച ഭാഗത്ത് ജെറമ്യ 10:7 ഇതിന് സമാനമായിട്ടുള്ള പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 86:9-10 വാക്യങ്ങളിൽ, സങ്കീർത്തനം 86:9-10 വാക്യങ്ങൾ, കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച് ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും, അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലം അതും പഴയ നിയമത്തിലുള്ള ഈ സങ്കീർത്തനങ്ങളിലെയും പ്രവാചക ഗ്രന്ഥങ്ങളിലെയും ഒക്കെ വചനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പശ്ചാത്തലം പഴയ നിയമത്തിലെ പുറപ്പാട് തന്നെയാണ്. അപ്പോൾ പുറപ്പാടിൻ്റെ ഒരു
പശ്ചാത്തലത്തിലാണ് ഇവിടെയും ഇവിടെ ഈ വാക്യങ്ങൾ ഒക്കെ നാം വായിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം നൽകുന്ന വളരെ ഉറപ്പുള്ള സുനിശ്ചിതമായിട്ടുള്ള രക്ഷയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഗീതത്തിൽ, മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഒക്കെ ഗീതത്തിൽ ദൈവം നൽകുന്ന ആ ഉറപ്പുള്ള രക്ഷ. അപ്പം അതുകൊണ്ട് നാം ആശ്രയിക്കേണ്ടത് ഈ ദൈവത്തെയാണ്, ഭൗമിക ശക്തികളെയല്ല എന്നാണ് ആരാധന സമൂഹത്തോട് പറയുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങൾ, ഭയപ്പെടുക അല്ലെ മഹത്വപ്പെടുത്തുക. എന്താണ് ഭയപ്പെടുക? അങ്ങേ ഭയപ്പെടാത്തവൻ. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ദൈവത്തെ കണ്ട് ഭയന്ന് ഓടുക എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെടുക ചിലപ്പോഴൊക്കെ നമ്മൾ നിഷേധാത്മകമായിട്ടുള്ള അർത്ഥത്തിലൊക്കെ ഇത് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഇത് ഭയപ്പെടുക എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഇവിടെ ഭയഭക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കുക, അതായത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മുന്നിൽ വിനയാന്വിതരായി നാം ആയിരിക്കുക എന്നുള്ള ആ ഒരു അർത്ഥമാണ് നാം ഇവിടെ എടുക്കേണ്ടത്. ഇനി അങ്ങേ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതും നമ്മൾ ഇതുവരെ കണ്ട ആ ഭൂവാസികൾ ചെയ്തിരുന്നതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം. നമുക്കറിയാം അവർ ദൈവത്തെ ദുഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവജനം എന്താ ചെയ്യുന്നത്? ദൈവത്തിന് മഹത്വം നൽകുന്നു. എന്നാൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം 2 സാക്ഷികളുടെ വിവരണത്തിൻ്റെ അവസാനം ആ ഭൂകമ്പമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ അവർ 10-1 പേര് കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ 7000 പേര് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ശേഷിച്ചവർ ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്തു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അർത്ഥമാക്കുന്ന എന്താണ്? അവർ ദൈവത്തിങ്കിലേക്ക് തിരികെ വന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആ ദൈവത്തിന് മഹത്വം നൽകുകയെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ ശക്തി അംഗീകരിക്കുക, ദൈവത്തിൻ്റെ അധികാരം അംഗീകരിക്കുക, ആ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് തന്നെ. ഇനി ഈ 2 വിശേഷണങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധൻ, നീതിമാൻ എന്നുള്ള ആ വിശേഷണങ്ങൾ അതൊക്കെ അക്കാലങ്ങളിൽ വിജാതീയ മതങ്ങളിൽ അവരുടെ ദേവതകൾക്കും ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അവർ ആ ദേവതകൾ വിശുദ്ധിയുടെ ഒക്കെ മകുടമായിട്ട് ഒക്കെ അവർ കണ്ടിരുന്നു. പക്ഷേ വെളിപാട് ഗ്രന്ഥത്തിൽ വരുമ്പോൾ പരിശുദ്ധനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്, യഹോവ മാത്രമാണ്. അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായിട്ടുള്ള ആ ദൈവം. അപ്പോൾ നീതിമാനായ ദൈവം തീർച്ചയായിട്ടും നീതി നടപ്പാക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഒക്കെ ഗീതം ആലപിക്കുമ്പോൾ ഈ തിന്മകൾ വാഴുന്നു എന്ന് നാം കരുതുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവരിവിടെ പ്രഘോഷിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അത് എല്ലാ തിന്മകളെയും ഒക്കെ കീഴടക്കും. ഇനി എല്ലാ തിന്മകളെയും കീഴടക്കുന്ന ഈ ശക്തി അത് ലക്ഷ്യം വയ്ക്കുന്ന എന്താണ്? തീർച്ചയായിട്ടും അത് തിന്മയുടെയൊക്കെ ഉന്മൂലനം തന്നെയാണ്. ഇനി തിന്മയുടെ കൂടെ നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും തിന്മ പ്രവർത്തിക്കുന്നതിനെയും ദൈവത്തിൻ്റെ ക്രോധം അത് പ്രകടമാകുന്നുണ്ട്. പക്ഷേ ഇവിടെ വെളിപാടിൽ ആത്യന്തികമായിട്ട് ഈ ജനതകളെല്ലാം, അതായത് തിന്മയുടെ ശക്തികളുടെ കൂടെ ഇന്ന് നിൽക്കുന്നു എന്ന് നാം പറയുന്ന ഈ ജനതകളെല്ലാം ആത്യന്തികമായിട്ട് ദൈവത്തെങ്കിലേക്ക് തന്നെ തിരികെ വരണം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് സാർവത്രിക രക്ഷയുടെ ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അത് ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിൽ മാത്രമുള്ള ഒരു പ്രമേയമല്ല, അത് പഴയ നിയമത്തിലും പലയിടങ്ങളിലും നമുക്ക് കാണുന്നുണ്ട്. ഉദാഹരണം യേശയ്യായുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ രക്ഷയിൽ എല്ലാവരും സർവ്വരും പങ്കുചേരുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം 2 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്,
യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധി കർത്താവായിരിക്കും, ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. ഇപ്പോൾ അവിടെ യെശയ്യാ പ്രവാചകന് സ്വപ്നം കാണുന്ന ആ ഒരു അന്ത്യനാൾ എന്ന് പറയുന്നത് സർവ്വ ജനതകളും അത് ദൈവത്തിലേക്ക് തിരികെ വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ജെറമിയ 16:19 സമാനമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫിലിപ്പിക്കാർക്കുള്ള ഭാഗം എടുക്കാം. ഇവിടെ പല ഭാഗങ്ങളുമുണ്ട്. ജെറമിയ 16:19, സക്കറിയ 8:22, പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ പുതിയ നിയമത്തിലെ ആ ഒരു ഭാഗം നമുക്കെടുക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഉണ്ട്. അപ്പോൾ ഇത് ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു പ്രമേയം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് വെളിപാട് ഗ്രന്ഥത്തിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജനതകളും ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ ആ ബൈബിളിലുള്ള ആ വലിയ ഒരു അന്ത്യനാളുകളെക്കുറിച്ചുള്ള വലിയ ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ സാർവത്രിക രക്ഷ എന്ന പ്രമേയം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം, അതുപോലെ തന്നെ വളരെ പ്രത്യേകിച്ച് വെളിപാടിൽ ഒരു അന്തർധാരയായിട്ട് ഒഴുകുന്നത് നാം കാണുന്നു. അപ്പോൾ ഇവിടെ തിന്മയ്ക്കെതിരെ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ദൈവം ആ തിന്മയെയാണ് ഉന്മൂലനം ചെയ്യുന്നത്, തിന്മ പ്രവർത്തിക്കുന്നവരെയല്ല. ആ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം ദൈവത്തിങ്കിലേക്ക് തിരികെ വരണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ദൈവജനത്തിൻ്റെ മുന്നിലുള്ള, ആരാധന സമൂഹത്തിന് മുന്നിലുള്ള ആ വലിയ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ ജനതകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രമേയം 11-ാമത്തെ അധ്യായം നമ്മുടെ വിചിന്തനത്തിന് വിധേയമാക്കിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ആ ദൈവജനത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സന്ദേശം അത് തന്നെയാണ്. നമ്മുടെ ജീവൻ ത്യജിച്ചു പോലും ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് ജനങ്ങളെ എത്തിക്കുവാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ ജനതകളും ദൈവത്തിലേക്ക് വരണം. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിലെ ഈ 15-ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ ആരാധന സമൂഹം മനസ്സിൽ വെക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്തിൻ്റെ നാശമല്ല, അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പലപ്പോഴും നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് അവസാന അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് ലോക അവസാനത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണല്ലോ എന്നൊക്കെ നാം പറയാറുണ്ട്, ഭയപ്പെടാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ലോക അവസാനമല്ല, ലോകത്തിൻ്റെ അന്ത്യമല്ല, പുതിയ ലോകത്തിൻ്റെ ഉദയമാണ്. അവിടെ സർവ്വരും ആ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്ന ആ ഒരു പുതിയൊരു ദിനം, അതാണ് വെളിപാട് സ്വപ്നം കാണുന്നത്. ഇപ്പോൾ ഇവിടെ 15-ാം അധ്യായത്തിൽ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ആ ഗീതം ആലപിക്കുമ്പോൾ ദൈവജനത്തോടൊപ്പം സർവ്വ ജനതകളും ദൈവത്തിങ്കിലേക്ക് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. 15-ാം അധ്യായം. കർത്താവെ, അങ്ങേ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടുത്താത്തവനും ആരുണ്ട്? എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങേ ആരാധിക്കും. എന്തെന്നാൽ അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ന്യായവിധി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അർത്ഥമാക്കുക? ദൈവത്തിൽ നിന്നുള്ള ആ രക്ഷയും തിന്മയ്ക്കെതിരെയുള്ള ഇടപെടലും. അപ്പോൾ ഇത് രണ്ടും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. തിന്മയ്ക്കെതിരെ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നു, അതോടൊപ്പം തന്നെ
ദൈവജനത്തിന് അവിടുന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ തൻ്റെ നീതി ജനതകളുടെ മുന്നിൽ അവരെ വെളിപ്പെടുത്തിയെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സർവ്വ ജനതകളുടെ മുന്നിൽ ദൈവം തന്നെ നീതി വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ എല്ലാ ജനതകളും ഈ രക്ഷയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പുറപ്പാട് വിവരണത്തിൽ കാണുന്ന പല ചിത്രങ്ങളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ പുറപ്പാടിൻ്റെ ഒരു വിജയഗീതം ഇവിടെ രചിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ പുറപ്പാട് ചരിത്രത്തിലുള്ള അതേ ഒരു ആശയം തന്നെയാണ് ഇവിടെ മുഖ്യമായിട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ വിവരണത്തിൽ ശത്രുപക്ഷത്തുള്ളവരെല്ലാം ചെങ്കടലിൽ നശിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഈ വെളിപാടിൽ വരുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം നമ്മൾ കാണും. അവിടെ ശത്രുക്കളെയെല്ലാം ഉന്മൂലനം ചെയ്യുന്നു. ഇനി വെളിപാട് സ്വപ്നം കാണുന്ന ആ പുതിയ യുഗത്തിൽ ഈ ശത്രുക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഒക്കെ അത് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.